ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണേ. എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണേ. നമ്മൾ 40കളിലേക്ക് കടക്കുകയാണ് ഗൈസ്. അതിൻ്റെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. രാവിലെ അണ്ണനും മോനും ഒക്കെ വിഷ് പറഞ്ഞു, സച്ചിക്കുട്ടൻ വിളിച്ച് വിഷ് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം രാവിലെ കുളിക്കേണ്ട ദിവസങ്ങളിൽ ലേറ്റായിട്ടേ എണീക്കാറുള്ളൂ. അപ്പോൾ ചായ മണിയണ്ണൻ ഇട്ട് തന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെയാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നത്. ജോലിയെല്ലാം ഇവിടെ കിടക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നമ്മളിനി അങ്ങോട്ട് തുടങ്ങണം. അപ്പം നമുക്ക് നമ്മുടെ ജോലികളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഇത് മാർച്ച് 27, അതായത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോ ആയിരുന്നേ. ഇപ്പം മാർച്ച് 27 കഴിഞ്ഞ് ഇന്ന് April 1 എപ്പോഴാണ് നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അതെപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നേ. ഇഡ്ഡലിയും തക്കാളി ചട്നിയും തേങ്ങ ചമ്മന്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മണിയണ്ണൻ താണ്ടെ ചിക്കനും വാങ്ങിച്ചിട്ട് വന്നേ. ആ ചിക്കനൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ അങ്ങ് കോരി ഒഴിച്ച് വെച്ച് പിന്നെ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ നടക്കുവാണേ. തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുമായിരുന്നേ. അത് പിന്നെ അങ്ങ് അരിഞ്ഞെടുത്ത് അടപ്പയിലോട്ട് വെച്ച് തക്കാളിയൊക്കെ മൂപ്പിച്ചിട്ടാണ് തക്കാളി ചട്നി വെക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ റെസിപ്പിയൊന്നും ഇപ്പം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വേണമല്ലോ, തേങ്ങ ചട്നിക്കും വേണം. പിന്നെ അന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഇച്ചിരി പരിപ്പും പപ്പടവും ഒക്കെ വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരുങ്ങാനായിട്ട് മണിയെണ്ണം വന്നതാണേ. മണ്ണിന് തേങ്ങ തിരിങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി ചട്നിയൊക്കെ വെച്ചു. നമ്മുടെ ഇഡലി അവിടെ വേവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണേ. നിച്ചുക്കുട്ടന് ഈ വർഷത്തെ ലാസ്റ്റ് എക്സാം ആയിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം. നിച്ചുക്കുട്ടൻ ഹാപ്പി ആയിട്ട് പോകാൻ ഒരുങ്ങുമായിരുന്നു. കാരണം അന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാം ആയിരുന്നു. ഒന്നും പഠിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ നിച്ചുക്കുട്ടന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവണം. ആകപ്പാടെ നമ്മൾ ലേറ്റായിട്ടാണ് എണീറ്റത്. അതിൻ്റെ ഇടയ്ക്ക് താണ്ടെ ഇഡ്ഡലിയൊക്കെ വെന്ത് ഞാനിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അരിക്കുള്ള വെള്ളവും കൂടി അടപ്പയിലോട്ട് വെച്ചേ. എന്നിട്ട് ദാണ്ട് ഇഡ്ഡലി വെന്തതൊക്കെ എടുത്ത് അങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുമായിരുന്നേ. നിച്ചുക്കുട്ടൻ അപ്പോഴേ അവിടെ തുടങ്ങി, അമ്മച്ചിയേ കാപ്പി റെഡി ആയില്ലേന്ന് ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഇനി കൊടുത്തു വിടണമല്ലോ കുഞ്ഞിന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ തേങ്ങാ ചട്നി അങ്ങ് അരച്ചെടുത്ത് തക്കാളി ചട്നിയും അങ്ങ് അരച്ച് അപ്പോഴേക്കും കാരണവർ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാതെ കാപ്പി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതായിരുന്നേ. ക്യാമറ എവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന പാടെ എൻ്റെ കുഞ്ഞോടി അങ്ങ് പോയി. പിന്നെ ഞാൻ എളുപ്പം തക്കാളി ചട്നിക്കും തേങ്ങാ ചട്നിക്കും ഒക്കെ കടുകൊക്കെ താളിച്ചങ്ങ് ഒഴിച്ച് കാപ്പി റെഡിയായി. എളുപ്പക്കൊണ്ട് എൻ്റെ നിച്ചുക്കുട്ടന് കാപ്പി അങ്ങ് കൊടുത്തേ. നിച്ചുക്കുട്ടൻ കാപ്പി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഫ്രണ്ട് അതിലവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. ഞാൻ ഒരുപാട് അങ്ങ് ലേറ്റായിപ്പോയി. മനസ്സിലവന് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ കാപ്പി കൊടുക്കണമെന്നുള്ള കാര്യം ഓർക്കാതെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ എൻ്റെ നിച്ചുക്കുട്ടൻ എന്നാണ്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് സ്കൂളിലേക്ക് പോയേ. ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണേ. ഇനി എൻ്റെ നിച്ചുക്കുട്ടൻ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ആവുകയാണേ. അങ്ങനെ നിച്ചുക്കുട്ടൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മണിയണ്ണൻ എന്നാണ്ട് ഇവിടെ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാപ്പി എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ. ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മണിയണ്ണൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഷോപ്പിലേക്ക് പോകുമായിരുന്നേ. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയില്ല, ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ച്. കാരണം രാവിലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എണീക്കാനും ലേറ്റായല്ലോ. അപ്പോൾ അണ്ണൻ ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അണ്ണൻ അങ്ങ് ഷോപ്പിലേക്ക് പോയി. അണ്ണൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ചിക്കൻ കറി വെക്കുന്നതും പരിപ്പ് വയ്ക്കുന്നതും ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായിട്ടാണ് കിച്ചണിലോട്ട് വന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ പായസം വയ്ക്കാനും മറന്നുപോയി ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഒരു എഴുത്തുകാരി അഗ്നി എന്നെ വിളിച്ചു. അഗ്നി മാത്രമല്ല, അതിൻ്റെ കൂടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി, എൻ്റെ അഞ്ജനക്കുട്ടിയും, പിന്നെ എൻ്റെ ഒരു യൂട്യൂബർ ഫ്രണ്ട് വിഷ്ണുവും, സോളോ ആർട്ടിസ്റ്റ് വിഷ്ണു, എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കോൺഫറൻസ് കോൾ വിളിക്കുകയായിരുന്നു.
വല്ലാത്തൊരു പറ്റിപ്പ് പറ്റിച്ചു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നാലും ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി വിളിച്ചപ്പോഴത്തേക്കും. ഈ വിളിച്ചതിൻ്റെ ഇടയ്ക്ക് ഇവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറിയും വെച്ച് പരിപ്പും വെച്ച് അത്രയും നേരം സംസാരിച്ചു, ഒത്തിരി നേരം സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പായസം വെക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. വന്ന് ചോറ് വിളമ്പാൻ നേരമാണ് മണിയണ്ണൻ ഉണ്ടാവും പായസം വെച്ചില്ലയോടാന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ പായസം വെച്ചില്ലല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ സാരമില്ല, പായസം വെച്ചില്ലല്ലോ, എന്താ അഗ്നി വിളിച്ചല്ലോ, അഗ്നിയോടും അഞ്ജനക്കുട്ടിയോടും വിഷ്ണുവിനോടും ഒക്കെ കുറേ നേരം സംസാരിച്ചല്ലോ, അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് അണ്ണനും പറഞ്ഞ്. അങ്ങനെ എനിക്ക് കിട്ടാവുന്നത് വെച്ച് ഭയങ്കര ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അന്ന് കിട്ടി. ഒരുപാട് സന്തോഷമുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. കാരണം ഒരുപാട് വിഷസ് കിട്ടിയ ഒരു ബർത്ത്ഡേ. രാവിലെ ഞാൻ രാത്രിയിലെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ടായിരുന്നു കിടന്ന ബർത്ത്ഡേയുടെ ഷോർട്സ്. ഞാൻ രാവിലെ എണീക്കുന്നതിന് മുമ്പേ വീഡിയോ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. 6 മണിക്കായിരുന്നു വെച്ചാൽ ഞാൻ എണീറ്റപ്പോഴത്തേക്കും ഒരു 7:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് ഫസ്റ്റ് നോക്കുമ്പോഴേ ഇങ്ങനെ ഒരുപാട് ബർത്ത്ഡേ വിഷസ്, എനിക്കൊരുപാട് സ്നേഹമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായി. പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രമൊക്കെ പാത്രം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും മണിയണ്ണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അഗ്നിന്ന് ഞാൻ പറഞ്ഞത് അഗ്നിപുത്രിയാണേ, ഞാൻ സ്നേഹത്തോടെ അഗ്നിന്ന് വിളിക്കുന്നതാണേ. പിന്നെ ഇന്ന് നമുക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെ പരിപ്പും പപ്പടവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ പയർ തോരനും അച്ചാറും ഒക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നേ. ഇത് ഈ അണ്ണൻ ഇങ്ങനെ വാരിത്തരുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ചടങ്ങാണേ. അത് എന്ത് സ്പെഷ്യൽ ഡേ വന്നാലും ആദ്യം അണ്ണനാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ഉരുള വായിലേക്ക് വെച്ചിരുന്ന അണ്ണനാണേ. അതിപ്പോൾ മക്കളുടെ ബർത്ത്ഡേ ആയാലും എൻ്റെ ബർത്ത്ഡേ ആയാലും അണ്ണൻ്റെ ബർത്ത്ഡേക്കായാലും അങ്ങനെ തന്നെ. അത് അണ്ണൻ്റെ ഒരു ശീലമാണേ. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും അതുപോലെ ഓണത്തിനും അത് നമ്മുടെ ഒരു ശീലമാണ്. അത് എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും അത് ഭയങ്കര സന്തോഷവുമാണ്. അണ്ണൻ്റെ ആ ഉരുളയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കും. അണ്ണൻ പുരട്ടി അത് ഞങ്ങൾക്ക് തന്ന് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഉണ്ണാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഇരുന്ന് കഴിക്കുവാണേ. നമ്മുടെ സച്ചിക്കുട്ട ഇല്ലാത്തതിൻ്റെ കുഞ്ഞു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, എന്നാലും അയാൾ രാവിലെ വിളിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, എനിക്ക് നോ പ്രോബ്ലം, അതാണ് പറയുന്നത് ആൾ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് പോകണേ. ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ലൈവ് ഇടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ലൈവ് ഇടാനിരുന്ന് ഷോപ്പിൽ ചെല്ലുന്ന വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. ഇതായിരുന്നു മണിയണ്ണൻ്റെ വക ബർത്ത്ഡേ സർപ്രൈസ്. നേരത്തെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിരുന്നില്ല, അച്ഛനും മോനോട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് പായസം വെക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. രാവിലെ പായസം വെക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഫുഡ് വെളിയിൽ നിന്നാവട്ടെ, റെഡിയാവോ പോകാമെന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നേ. സച്ചിക്കുട്ടൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു പോക്ക് പ്ലാൻ ചെയ്തിരുന്നു. അന്ന് പക്ഷേ സച്ചിക്കുട്ടൻ പറഞ്ഞു, വേണ്ട അമ്മ, എനിക്ക് അമ്മയുടെ എന്തെങ്കിലും നാടൻ കറികളൊക്കെ മതി. അപ്പം പിന്നെ അവൻ വന്നപ്പോൾ നമുക്ക് ചെമ്പല്ലിയൊക്കെ കിട്ടിയോണ്ട് അന്നത്തെ പോക്ക് നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത്. അത് നിച്ചുക്കുട്ടനും വല്ലാത്ത ദേഷ്യമായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇന്ന് നിച്ചുക്കുട്ടൻ്റെ ചോയ്സായിരുന്നു. നിച്ചുക്കുട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അയാൾ ഓർഡർ ചെയ്തത് പെരി അൽഫാമായിരുന്നേ. അത് നമുക്കറിയത്തില്ല, ഇതിൻ്റെ പേരും നാളും ഒന്നും അറിയത്തില്ല. നമുക്കകപ്പാടെ അറിയാം ബിരിയാണി, കുഴിമന്തി എന്നൊക്കെ അറിയത്തുള്ളൂ. അയാൾ ഓർഡർ ചെയ്തു, ഞങ്ങൾ കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ പൈനാപ്പിൾ ലൈമാണ് മേടിച്ചത്. അണ്ണനാണെങ്കിൽ ഇതൊന്നും കഴിച്ചില്ല, അൽഫാമും കഴിച്ചില്ല, പൈനാപ്പിൾ ലൈമും കഴിച്ചില്ല. അണ്ണൻ ആസ് യൂഷ്വൽ എവിടെ ചെന്നാലും പൊറോട്ടയും ബീഫും, അത് വിട്ടൊരു കളി മണിയണ്ണനില്ല. ഞങ്ങൾ അൽഫാമും കഴിച്ചു, അണ്ണൻ പൊറോട്ടയും ബീഫും കഴിച്ചു. ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പേ അണ്ണൻ തൻ്റെ പ്ലേറ്റൊക്കെ ഒഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. നമ്മളങ്ങനെ പുറത്തു പോയി ഫുഡ് കഴിപ്പില്ല, വളരെ റെയറായിട്ടേ ഉള്ളൂ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നത്. ബിരിയാണി ആയാലും കുഴിമന്തി ആയാലും ഞാൻ എൻ്റേതായ വേർഷനിൽ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണല്ലോ പതിവ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. കൂടെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.